പി ജെ, ഇവിടെ എം വി ഗോവിന്ദൻ പറയുകയായിരുന്നു ഇന്ത്യ മുന്നണി പ്രശ്നത്തിലാകും എന്ന് പറയുകയായിരുന്നു. കോൺഗ്രസ് ഇതേ നിലപാട് തുടർന്നാൽ ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് പോക്കുന്നത് പ്രയാസമായി തീരുമെന്ന് പറയുന്നു. മുന്നണിയുടെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാട് ലീഗിനെ ദുർബലപ്പെടുത്തുമെന്നും പറയുകയാണ്. പി ജയരാജൻ, ഇത് പറയേണ്ടത് എം വി ഗോവിന്ദനല്ല, ഇത് പറയേണ്ടത് സീതാറാം യെച്ചൂരിയാണ് അല്ലേ? ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൂടുതൽ നിൽക്കുന്ന, കൂടുതൽ സജീവ ചർച്ചകളുള്ള സീതാറാം യെച്ചൂരിയാണ് അത് പറയുന്നത്. പക്ഷേ സീതാറാം യെച്ചൂരി അതൊന്നും പറയുന്നില്ല. എം വി ഗോവിന്ദൻ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ സീതാറാം യെച്ചൂരി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. കോൺഗ്രസിന് ആ നിലപാട് സ്വീകരിക്കാമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്ന അതേ ടോണിൽ തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരിക്ക് അത്ര തീവ്രമായി കോൺഗ്രസിനെ ആക്രമിക്കേണ്ടതില്ല എന്ന് തോന്നുന്നത് ശ്രീ പി ജയരാജൻ? അല്ല, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചു. ആ ക്ഷണത്തോട് എന്ത് പ്രതികരണം എന്നതാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതിന് ശേഷം യെച്ചൂരി വ്യക്തമാക്കിയത്. അതിനപ്പുറം ഒരു കാര്യവും വേറെ ആർക്കും പറഞ്ഞുകൂടാ എന്നില്ലല്ലോ. ഇവിടെ രാമക്ഷേത്ര നിർമ്മാണം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നല്ലോ. രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കം ഒരു സിവിൽ വ്യവഹാരമായിരുന്നു. ആ സിവിൽ വ്യവഹാരത്തിൽ സാധാരണഗതിയിൽ ദീർഘവർഷക്കാലം അപ്പീലും ഒക്കെ ആയിട്ട് പോകും. പക്ഷേ അത്തരമൊരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റിയത് ആരാണ്? ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആ തർക്കം ജനങ്ങളുടെ തർക്കമാക്കി അതിനെ ഉപയോഗിച്ചൊരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള അജണ്ട ആരുടേതാണ്? രണ്ടാമത്തെ ചോദ്യം. ആ അജണ്ട തീർച്ചയായിട്ടും RSS സംഘപരിവാരത്തിൻ്റെതാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP-യെ അധികാരത്തിലെത്തിക്കാനും ആ അധികാര കസേര ഉറപ്പിക്കാനും വേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS-ൻ്റെ 100ാമത്തെ വാർഷികം നടത്താനിരിക്കുന്ന സന്ദർഭത്തിൽ രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെൻറ്, അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളോട് പറയേണ്ടത്. അതിനു പകരം മതപരമായിട്ടുള്ളൊരു വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് 2024-ലും ഈ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് നടന്നു കയറാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഈ പരിശ്രമം ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ടാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആലോചിക്കേണ്ടത്. ചോദിക്കുന്നത് കോൺഗ്രസിന് എന്താണ് വേറെ വഴി എന്നാണ്. അല്ല പി ജെ, നമുക്ക് കേരളത്തിൽ ധൈര്യമായി പറയാം. കാര്യം കേരളത്തിൽ ഒരു തരത്തിലും രാമക്ഷേത്രം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും തരത്തിൽ BJP മറ്റ് റെസ്റ്റ് ഓഫ് ദ കേരള ഞാൻ റെസ്റ്റ് ഓഫ് ദ കേരള ഒരു നേട്ടം ഉണ്ടാകുമ്പോഴും കേരളത്തിൽ BJP-ക്ക് ഒരു നേട്ടം ഉണ്ടെന്ന്. പി ജെ, എൻ്റെ ചോദ്യം അതാണ്. എൻ്റെ ചോദ്യം, ഇപ്പോൾ സീതാറാം യെച്ചൂരി ഒന്ന് പറഞ്ഞാൽ ബാക്കി ആരും മറ്റൊന്നും പറഞ്ഞുകൂടെ? അങ്ങനെയല്ല പറയാൻ കഴിയും. പക്ഷേ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് എം വി ഗോവിന്ദൻ. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആശങ്കപ്പെടേണ്ടത് സീതാറാം യെച്ചൂരി അല്ലേ? ഇപ്പോൾ എം വി ഗോവിന്ദനേക്കാൾ കൂടുതൽ അത് ആധികാരികമായി പറയേണ്ടത് സീതാറാം യെച്ചൂരി അല്ലേ? ഇപ്പോൾ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് അത് പറഞ്ഞുകൂടാ എന്നുമില്ലല്ലോ പി ജെ. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ കക്ഷികളാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃസ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് നിങ്ങൾ ആ പരിപാടിയിലേക്ക് പോകരുത് എന്ന് സീതാറാം യെച്ചൂരിക്ക് പറയാം. സീതാറാം യെച്ചൂരി അത് പറയാത്തതിന് കാരണം രാജ്യത്തെ ഗ്രൗണ്ട് രാഷ്ട്രീയം അങ്ങ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഐഡിയൽ രാഷ്ട്രീയമല്ല എന്ന തിരിച്ചറിവിലാണ് പി ജെ. അല്ല, ഇന്ത്യ എന്ന പൊതുവേദിയോട് CPM-ന് നേരത്തെയും ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ആ വിയോജിപ്പുകളുടെ ഭാഗമായിട്ടാണല്ലോ ഏകോപന സമിതിയിൽ CPM-ൻ്റെ പ്രതിനിധി വേണ്ട എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടക്കം തീരുമാനിച്ചത്. അപ്പോൾ ഇന്ത്യ എന്നുള്ള പൊതുവേദി BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടി മുന്നോട്ട് പോകണം. ഇവിടെ ദൃഢമായിട്ടുള്ള നിലപാടില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് BJP-യെ തോൽപ്പിക്കാനാവില്ല. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസ്സാണ് വ്യക്തമാക്കേണ്ടത്, പക്ഷേ BJP-യുടെ അജണ്ടക്ക് തലവെച്ച് കൊടുക്കാൻ പാടില്ല എന്നും അവർ പറഞ്ഞു. അതിൻ്റെ അർത്ഥം വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ അത് BJP-യുടെ അജണ്ടയാണ് അങ്ങ് പറയുന്നത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ പോകണമെന്ന് എനിക്കും കൂടി സ്വീകാര്യമാകുന്ന ഒരു ഐഡിയൽ രാഷ്ട്രീയം അങ്ങ് പറയുകയാണ്. പി ജെ, അങ്ങയ്ക്ക് വളരെ വ്യക്തമായി അറിയാം നമ്മുടെ രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയം അങ്ങനത്തെ ഐഡിയൽ രാഷ്ട്രീയമല്ല എന്ന് അങ്ങയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. CPM-ന് കേരളത്തിലെ കാര്യമൊക്കെ ശരിയാണ്, നിലപാടാണ്. എന്താണ് ചില ചരിത്രസന്ധികളിൽ നിലപാട് വോട്ട് നോക്കാതെ ഉറക്കെ പറയണം എന്നൊക്കെ പറയുമ്പോൾ പോലും
ഇവിടെ നിലപാടെടുത്ത ഓരോരോ പ്രാദേശിക പാർട്ടികളുടെ അവരുടെ വോട്ട് കോൺസ്റ്റിറ്റ്യൻസി നമുക്കറിയാം. കോൺഗ്രസിന് അങ്ങനെയല്ല. കോൺഗ്രസിന് ഈ പറയുന്ന ഹിന്ദുത്വ മേഖലകളിൽ, ഈ പറയുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അവർക്ക് വേരുകളുണ്ട്. ആ വേരുകൾ അവർക്ക് വാടാതെ നോക്കണം. ആ വേരുകൾ കൂടി വാടിയാൽ എക്കാലത്തേക്കുമായി അപ്രസക്തമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ വിശാലമായ പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിൻ്റെ വശം കോൺഗ്രസിന് ആലോചിക്കാനുണ്ട്. അപ്പോൾ ആ കോൺഗ്രസിനെ ആ ആലോചനയിലേക്ക് വിടുന്നതിന് പകരം ഇപ്പോൾ വേട്ടയാടാനുള്ള ഒരു ആരോഗ്യം കോൺഗ്രസിനുണ്ടോ പി ജെ? എല്ലാ പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ടി ആദർശ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ പറ്റുമോ? ആദർശം വേണമല്ലോ. ആ ആദർശം ഇന്ത്യയുടെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആദർശമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയനുസരിച്ച് ഒരു മതത്തിൻ്റെയും അവകാശം സർക്കാർ ഏറ്റെടുക്കാൻ പറ്റില്ല. സർക്കാർ ഔദ്യോഗികമായിട്ടൊരു മതവും പ്രഖ്യാപിക്കാത്തൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. സെക്യുലറിസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്. നമ്മുടെ ആർട്ടിക്കിൾ 28 വ്യക്തമായി പറയുന്നു, സർക്കാരിന്റെ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പാടില്ല. അത്തരം ഒരു ഭരണഘടനയുടെ രാജ്യത്ത് ആ ഭരണഘടനയുടെ സത്ത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ പാർട്ടികൾക്കും വിമർശനം ശരിയാണ്. എന്താണ് ഒരു ഐഡിയൽ, ഒരു ക്ഷേമരാഷ്ട്രീയ കൺസെപ്റ്റിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളത് ഐഡിയൽ ക്ഷേമരാഷ്ട്രീയ കൺസെപ്റ്റ് ആണോ? ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറയുകയാണ് 80 മില്യവും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ വിജയം നേടുകയാണ്. പി ജെ, നമുക്ക് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, അവിടെ ജാതിഭേദമെന്നെ മതഭേദമെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ മതഭേദമെന്നെ നല്ല ഒരുപക്ഷെ ഹിന്ദു സഹോദരന്മാർ രാഷ്ട്രീയ ഭേദമെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന റാം റാം എന്ന ഒരു അഭിസംബോധനയുണ്ട്. രാമൻ അവരുടെ, അത് രാഷ്ട്രീയ രാമനാവട്ടെ ഭക്തരാമനാവട്ടെ, രാമൻ അവരുടെ സിരകളിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഹൃദയഭൂമിയിൽ രാമൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നൊരു നിലപാടുമായി കോൺഗ്രസ് വന്നത്. ഇപ്പം തന്നെ മുരളീധരൻ പറയുകയാണ് നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടിയിലേക്ക് പോകാമല്ലോ. അതിലേക്ക് കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിച്ചില്ല. അതിന് പിന്നെ മുരളീധരൻ വർഗീയത പറയുന്നു. നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടിയിലേക്ക് പോകാം, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താണ് മുസ്ലിം ലീഗിലേക്ക് അങ്ങ് ലയിക്ക് എന്ന് നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ മുരളീധരൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എത്ര ഭീകരമായ വർഗീയത രാജ്യത്തുണ്ടാകും ശ്രീ പി ജയരാജൻ? അതായത് ഹാഷ്മി പറയുന്ന ഈ ഒരു പൊതുബോധ നിർമ്മിതി അതാണ് നിങ്ങളെയും സ്വാധീനിച്ചിട്ടത് എന്നാണ് തോന്നുന്നത്. ആ പൊതുബോധ നിർമ്മിതി എത്രയോ കാലമായിട്ട് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ യുദ്ധപ്രചരണത്തിന് പകരം പ്രചാരണ യുദ്ധം നടത്തി, ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, ശ്രീരാമക്ഷേത്രത്തിന് അനുകൂലമായി ചിന്തിപ്പിക്കുക. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പറഞ്ഞു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വിഷയം. രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ മുമ്പിൽ ഒരു വിഷയം വന്നല്ലോ. ഇതേ ബാബരി മസ്ജിദ് കെട്ടിടത്തിനകത്ത് ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു ഒരു ദിവസം രാത്രി. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറഞ്ഞത്? ആ സരയൂ നദിയെ എടുത്തിയാടൂ എന്നാണ്. പി ജെ, ശരിയാണ്. അതിനെ ഗൗതം വല്ലഭ് പുറങ്കാലിനടിച്ചു, രോമത്തിന്റെ വില കൊടുത്തില്ല. ശരിയാണ്, അങ്ങ് പറയുന്ന ഒക്കെ ശരിയാണ്. രാജീവ് ഗാന്ധി, കോൺഗ്രസിന്റെ നിലപാടൊക്കെ ശരിയാണ്. ഒക്കെ ശരിയാണ്. പി ജെ, അങ്ങ് പറയുന്ന ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ചരിത്രത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയും. ശരിയാണ്, ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീഴുമ്പോൾ അത് നേരിൽ കണ്ട് ജോൺ ബ്രിട്ടാസ് പിറ്റേ ദിവസം പത്രത്തിൽ എഴുതുന്നു ഇന്ത്യയുടെ മതേതരത്വത്തിന് ചരമഗീതം എന്ന് എഴുതുന്നു. ഇന്ത്യയുടെ മതേതര ചരമഗീതം ഒക്കെ ശരിയാണ്. പി ജെ, നമുക്ക് ചരിത്രത്തിലെ മുറിവുകളിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ കഴിയുമോ? ചരിത്രത്തിലെ മുറിവുകളിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ കഴിയുമോ? അവിടെ അയോധ്യ എന്താണ്, അയോധ്യ ക്ഷേത്രം പൊളിച്ച് ഇനിയൊരു പള്ളി എന്നുള്ളത് ആര് സ്വപ്നേവി കരുതുന്നുണ്ടോ? അവിടെ അല്ല, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊരു പ്രശ്നം. അത് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി പറയുന്നു അവിടെ നടന്ന അക്രമകമായ വയലൻസ് ഉണ്ടായി, അനീതി ഉണ്ടായി എന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരിഹാര നീക്കം എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതാണ്. രമ്യതയിൽ പരിഹരിച്ച് അത് അങ്ങനെ സ്മൂത്തായി അങ്ങ് പോകുന്നതിന് പകരം നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് നോക്കി, ആ മുറിവുകളിലേക്ക് നോക്കി വേദനിച്ചിട്ട് ആർക്കെന്ത് ഗുണം? ബി ജെ പിക്ക് അല്ലാതെ. പി ജെ, ഈ രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കം രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റിയത് ആരാണ്? RSSഉം സംഘപരിവാരവുമാണ്. അത് അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഓരോ പടവും അവർ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ ബാബരി മസ്ജിദിൻ്റെ വിഷയം മാത്രമല്ല, ഗ്യാൻവ്യാപി പള്ളിയുടെ വിഷയം, മധുരയിലെ തർക്കപ്രശ്നം, ക്ഷേത്രത്തിൻ്റെ അവകാശവാദം, ഇതൊക്കെ കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ആവുന്നില്ലെങ്കിൽ
രാജ്യത്തിലെ മതനിരപേക്ഷത നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല, രാജ്യത്തിലെ ഭരണഘടന നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പ്രശ്നം ഒറ്റ കാര്യമായിട്ട് മാത്രം ചുരുക്കിക്കാണാനാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകന്മാർ തയ്യാറാവുന്നത്. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇത് കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണ്. നിലപാട് സ്വീകരിക്കണം. ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് താങ്കൾ പറഞ്ഞ ഒരർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ആലോചിക്കുന്നതാക്കും വിധം അവര് ഞാൻ ആലോചിക്കുന്നത് അതിന്റെ മറു സൈഡാണ്. ഞാൻ ആലോചിക്കുന്നത് കോൺഗ്രസ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടുണ്ടായി കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയം ഇപ്പൊ മധ്യപ്രദേശത്ത് പൊളിഞ്ഞു BJP എന്ന് പറഞ്ഞു, കോൺഗ്രസ് പൊളിഞ്ഞിട്ടില്ല. നമുക്ക് 4 വോട്ടല്ല പ്രധാനം, 4 വോട്ട് പ്രധാനമാണ്. PJ 4 വോട്ട് പുതിയ കാലത്ത് മോദിക്ക് ഒരു ഭരണത്തുടർച്ച ഉണ്ടാവാതിരിക്കാൻ കോൺഗ്രസിന് പ്രധാനമാണ് 4 വോട്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാവുന്നത്. കോൺഗ്രസ് പൊളിഞ്ഞല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത് കോൺഗ്രസ് ദൃഢമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോവുക. 4 വോട്ടിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയെ തന്നെ തകർക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകാൻ വേണ്ടി പാടില്ല എന്നതാണ് CPM-ന്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങനെയൊക്കെ ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ടാണ് ഇതിൽ കോൺഗ്രസിന് ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിയും? ഇപ്പോൾ പ്രധാനം ഈ രാജ്യമാണ്. ശരിയാണ് സാർ. PJ ഇവിടെ 140 MP-മാരെ പുഷ്പം പോലെ എങ്ങനെയാണ് പാർലമെന്റിൽ അകത്ത് കയറി ഈ പറയുന്ന വലിയ രാജ്യസുരക്ഷയെ പറ്റി പറയുന്ന പാർട്ടി ഭരിക്കുന്ന പാർലമെന്റ് അകത്ത് കയറി 2 പേർ പുകബോംബ് പൊട്ടിച്ചതിന് അതിന് ചോദ്യം ചെയ്ത 140 MP-മാരെ റെക്കോർഡ് വേഗത്തിൽ കഴുത്തിന് പുറത്തിട്ട ഒരു ജനാധിപത്യ മാതൃകയിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് അങ്ങ് പറയുന്നത് 4 വോട്ട് പ്രധാനമല്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ എത്തും, ഉറപ്പാണ് ഞാൻ അങ്ങനെയൊക്കെ എത്തും. ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? അതിന് വിധേയമാവണം എന്നാ ഹാഷ്മി വാദിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല ഞാൻ എന്റെ വാദം അങ്ങനെയല്ല.